എത്തി കേട്ടോ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ചിട്ടോ, പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ചു. അതിന്റെ ഇടയ്ക്ക് സാഷ്മ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട് ഇന്ന് ചായ കൂട്ടൽ എന്നൊക്കെ ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട്. അവളിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് പുട്ടാണെന്ന്. അങ്ങനെ അച്ഛനും അവളും ചായ കുടിക്കുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ നേരെ അടുക്കളയ്ക്ക് പോയി പുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല ചൂട് പാർന്ന പുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി റോസ്റ്റും ഇന്ന് പുട്ടും കേട്ടോ, പിന്നെ ചായയും നല്ല. അങ്ങനെ ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ. അമ്മ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അമ്മയും കുറെ വർത്താനൊക്കെ പറഞ്ഞു ചായയൊക്കെ കുടിച്ചട്ടോ. പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ പറമ്പിലേക്ക് പോയിട്ടോ. ഇന്നും കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പ ഇന്ന് കപ്പ പുഴുക്ക് ഉണ്ടാക്കാന്ന് ചോദിച്ചട്ടോ. അങ്ങനെ ഞാനും അച്ഛനും കൂടെ കപ്പ പൊരിക്കാൻ നോക്കിയാൽ യാതൊരു കാരണവശാലും ഇത് പൊരിഞ്ഞു വരുന്നില്ല കേട്ടോ. അങ്ങനെ അച്ഛൻ കൈക്കോട്ടൊക്കെ എടുത്ത് കപ്പ പൊരിക്കാനുള്ള ശ്രമത്തിലാട്ടോ. അവസാനം കൈക്കോട്ട് കൊണ്ട് മേൽഭാഗത്തെ മണ്ണൊക്കെ മാറ്റി കേട്ടോ. എന്നിട്ട് ഇത് പൊരിയുന്നില്ലേ. അങ്ങനെ അച്ഛൻ എങ്ങനെയോ വലിച്ചെടുക്കുമ്പോൾ ഒരു കപ്പ ഓൾറെഡി പൊട്ടിപ്പോയി കേട്ടോ. അപ്പൊ ഞാള് വിചാരിച്ചു അത് വലിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോയായിരുന്നു. പക്ഷെങ്കിൽ അതിനോട് കേട് വന്നിക്കേ കഴിഞ്ഞ മഴയിൽ ഇതിന്റെ തണ്ടൊക്കെ പൊട്ടി നാശമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ കപ്പ പൊരിക്കാന്ന് വിചാരിച്ചത്. കപ്പന്റെ കൂടെ എന്താ ചേർക്കാന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത് നമുക്ക് കാമ്പെടുത്തിട്ട് അതിന്റെ കൂടെ ചേർക്കാന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരും കാമ്പെടുക്കാൻ പോയിട്ടോ. കാമ്പെടുക്കാൻ പോയടുത്ത് ഭയങ്കര തമാശയാണ്. സാഷ്മിയാനെ ഉരുണ്ട് പോവുകയൊക്കെ ചെയ്തോട്ടോ. അതിന്റെ ഇടയിൽ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറെ ചിരിക്കുകയും ചെയ്ത് അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾ ഇടണ്ടെന്ന് പറഞ്ഞോണ്ടാട്ടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അച്ഛൻ വാഴയൊക്കെ കൊത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് കാമ്പെടുക്കും. ഞങ്ങളെ വീട്ടിൽ കദളി വാഴേണ്ടതാട്ടോ കാമ്പ് ഉപയോഗിക്കാറുള്ളത് പുഴുക്കിലൊക്കെ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ ഉപയോഗിക്കാറുള്ളതെന്ന് എനിക്കറിയില്ല. സാധാരണ മൈസൂർ വാഴന്റെ ഇവിടെ ഉപയോഗിക്കാറില്ല കേട്ടോ കാമ്പ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കാമ്പൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയട്ടോ. അതും എടുത്ത് അവള് പോകുമ്പോ കാമ്പൊക്കെ പൊട്ടി താഴെ വരും കേട്ടോ. എന്നെ പേടിച്ചിട്ട് ഓടിക്കളഞ്ഞു അവള്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുകയൊക്കെ ചെയ്തു. എന്നിട്ട് കപ്പയൊക്കെ മുറിച്ചിട്ട് കേട്ടോ. കപ്പ മുറിച്ചിടുമ്പോ അതിന്റെ ഇടയിലോള് ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് തന്നെ ശല്യം ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 2 പേരും അടിയൊക്കെ ആയിട്ടോ കുറെ. അങ്ങനെ ഞാൻ എഴുന്നേറ്റൊക്കെ പോയി. അതിന്റെ ഇടയിൽ അമ്മ വന്നപ്പോ അമ്മ പറഞ്ഞു അങ്ങനെ അവളും അമ്മയും മുറിച്ചിരുന്നു കേട്ടോ. എല്ലാവരും ശല്യപ്പെടുത്തു കേട്ടോ. അതാണ് അവളെ മെയിൻ ഹോബി. അമ്മേനോട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മ തകൃതിയായിട്ട് കപ്പയൊക്കെ മുറിച്ചിടുന്നുണ്ട്. അങ്ങനെ പിന്നെ അമ്മേനെ കേട്ടോ അവള് ശല്യം ചെയ്യുന്നത്. അമ്മക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവളോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അമ്മക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അമ്മ ഒന്നും പറയാത്തെ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കപ്പയൊക്കെ മുറിച്ചിട്ടുണ്ട്. ഞാൻ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ പറിക്കാൻ പോയ ടൈമില് അമ്മ കപ്പ അടുപ്പത്തേക്ക് വെച്ച്. പിന്നെ അമ്മ കാമ്പെടുത്ത് അരിഞ്ഞിടുക ട്ടോ ചെയ്യുന്നത്. കുറച്ച് ടൈം കഴിഞ്ഞാൽ അത് പിന്നെ എന്റെ കയ്യിലെത്തി കേട്ടോ. കാരണം എന്താന്നോ, അമ്മ കപ്പ നോക്കാൻ പോയ ടൈമിൽ എനിക്ക് തന്നിട്ടോ നീ അരിഞ്ഞിട്ടോ എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ കാമ്പ് അരിഞ്ഞിടാൻ ഭയങ്കര പ്രയാസം കേട്ടോ. ഈ നാര് കുടുങ്ങിയിട്ട് കാമ്പ് ഇത് ഓരോന്നിങ്ങനെ മുറിച്ചിടുമ്പോഴും കാമ്പിന്റെ നാരിങ്ങനെ കൈമ കുടുങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ അതൊക്കെ മുറിച്ചിട്ട് കഴിഞ്ഞു. അപ്പോഴേക്കും കപ്പയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കാമ്പും കപ്പയും കൂടെ ഒരു പാത്രത്തിലാക്കി. അതൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം ആവശ്യമായ ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ ചേർത്ത് വീണ്ടും അടുപ്പത്ത് വെച്ച് വേവിപ്പിച്ചിട്ടോ. കാരണം അപ്പം ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കാമ്പ് വെന്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ച് അത് നല്ലോണം വേവിപ്പിച്ചു. അമ്മ അതാക്കുമ്പോഴേക്കും ഞാൻ തേങ്ങയൊക്കെ ചെരുവിട്ടോ. അങ്ങനെ അതിനാവശ്യമായ പച്ചമുളകും കറിവേപ്പിലയും സവാളയും വെളുത്തുള്ളിയും ഇതൊക്കെ ഉപയോഗിച്ച് ഞാൻ നല്ലോണം മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ടോ. അങ്ങനെ അരപ്പൊക്കെ സെറ്റായിട്ടോ. അപ്പൊ കപ്പ തുറന്നു നോക്കുമ്പോഴേക്കും നല്ലോണം കപ്പ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടിയോലൊക്കെ ഇട്ടു, അരപ്പൊക്കെ ചേർത്തു. അങ്ങനെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം കടിയോല ഉപയോഗിച്ച് നല്ലോണം ഇളക്കി കേട്ടോ. കപ്പ നല്ലോണം വേകുന്ന കപ്പയായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചില കപ്പകൾ നല്ലോണം വേവില്ല. അപ്പോൾ നമുക്ക് പുഴുക്കുണ്ടാക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഈ കപ്പ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നേ. കടിയോല് വെച്ച് നല്ലോണം ഇളക്കി കൊടുത്തോട്ടോ. അപ്പോഴേക്കും നല്ലോണം വെന്ത് ഉടഞ്ഞു കിട്ടിയിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കപ്പയൊക്കെ അങ്ങനെ പുഴുക്കൊക്കെ നല്ലോണം സെറ്റായിട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. തൈരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ആ തൈരും കപ്പയും നല്ല പാല് പറന്ന ചായയും കൂട്ടി ഞാനും സാഷ്മിയും നല്ലോണം കഴിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.